ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്സിലുള്ള പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മളൊരു സ്റ്റെൻസിൽ ഇമേജാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു ഇമേജ് ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ പോലെ യൂസ് ചെയ്യുന്നില്ല, നമ്മളൊരു വെബ്സൈറ്റാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരൊറ്റ ക്ലിക്കിലൂടെ നമുക്ക് സ്റ്റെൻസിൽ ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഒരൊറ്റ ക്ലിക്കിലൂടെ സ്റ്റെൻസിൽ ഇമേജ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഫ്രണ്ട്സ്, നമ്മുടെ സൈറ്റ് എടുക്കാനായിട്ട് നമുക്ക് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. അപ്പോൾ ക്രോം അല്ലെങ്കിൽ നമ്മുടെ ഫോണിലുള്ള ഏതെങ്കിലും ബ്രൗസേഴ്സ് ഇതിനായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് സെർച്ച് ടാബ് എടുത്തിട്ട് റാപ്പിഡ് റീസൈസർ എന്ന് സെർച്ച് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ആദ്യം കാണുന്നതാണ് നമ്മുടെ റാപ്പിഡ് റീസൈസർ എന്ന് പറയുന്ന വെബ്സൈറ്റ്. അപ്പോൾ നമുക്ക് സൈറ്റ് ഓപ്പൺ ആക്കാം. ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഡെസ്ക്ടോപ്പ് സൈറ്റ് എടുത്തിട്ട് എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി നമ്മളത് ചെയ്യേണ്ട കാര്യമില്ല, കാരണം മൊബൈൽ വെർഷൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ അടിയിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ യൂസ് എ ഡിസൈൻ, ക്രിയേറ്റ് എ ഡിസൈൻ, ഹെൽപ്പ്, ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞ് പല പല ടാബ്സും ഈ ഒരു സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ക്രിയേറ്റ് എ ഡിസൈൻ്റെ അണ്ടറിൽ വരുന്ന പിക്ചർ സ്റ്റെൻസിൽ മേക്കർ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത പിക്ചർ സ്റ്റെൻസിൽ മേക്കർ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അടിയിലോട്ട് നമ്മൾ വരുമ്പോൾ ഒരു ട്യൂട്ടോറിയൽ എന്ന രീതിക്ക് ഒരു ഫോട്ടോ, ഫ്ലവറിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ചെയ്തൊക്കെ നോക്കാൻ വേണ്ടിയാണ് അവർ ഈ ഒരു ഫെസിലിറ്റി ഈ ഒരു സൈറ്റിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ട്യൂട്ടോറിയൽ ഒന്നും ഓപ്പൺ ആക്കി നോക്കുന്നില്ല, നമുക്ക് നേരിട്ടൊരു ഫോട്ടോ ഓപ്പൺ ആക്കി എടുക്കാം. അതിനായിട്ട് യൂസ് ആൻഡ് ഇമേജ് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ചൂസ് ആൻഡ് ആക്ഷൻ ചൂസ് ചെയ്തിട്ട് ഏത് ഫോട്ടോയാണ് നമുക്ക് സ്റ്റെൻസിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത് ആ ഒരു ഫോട്ടോ ഫോണിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തത് നമ്മുടെ ആസിഫ് അലിയുടെ ഒരു ഫോട്ടോയാണ്. അപ്പോൾ ആസിഫ് ഖാൻ്റെ ഫോട്ടോ നമുക്ക് എങ്ങനെയാണ് സ്റ്റെൻസിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ അടിയിലോട്ട് നമ്മൾ വരുമ്പോൾ എഡ്ജസ്, തിൻ, ത്രെഷോൾഡ്, അഡാപ്റ്റീവ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് സെലക്ട് ചെയ്യുന്നത് ത്രെഷോൾഡാണ്. അപ്പോൾ ത്രെഷോൾഡ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അടിയിലോട്ട് വീണ്ടും സ്ക്രോൾ ചെയ്യുമ്പോൾ ഡാർക്ക്, ഷാർപ്പ് എന്ന് പറഞ്ഞ് 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡാർക്കിൻ്റെ റൈറ്റ് എൻഡിൽ കൊടുത്തിരിക്കുന്നത് വൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ വൈറ്റിലോട്ട് അത് സ്ലൈഡ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഇമേജിൽ വൈറ്റ് കൂടിയിട്ട് ഡാർക്ക് കുറയും. അതേപോലെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരുമ്പോൾ ഡാർക്ക് കൂടിയിട്ട് വൈറ്റ് കുറയും. പിന്നെ വരുന്ന രണ്ടാമത്തെ കാറ്റഗറിയാണ് ഷാർപ്പ്. അപ്പോൾ നമ്മൾ ഷാർപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ നേരത്ത് ഷാർപ്പ് നമ്മൾ ഫുള്ള് ഇട്ട് കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിപ്പോവും. അതേപോലെ ഷാർപ്പ് 0-ൽ കഴിഞ്ഞാൽ ഇമേജ് ഷാർപ്പായി പോകും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത്യാവശ്യം ഇതിൻ്റെ ഇടക്ക് വെക്കുക, അല്ലെങ്കിൽ അത്യാവശ്യം ഷാർപ്നെസ് കൂട്ടി തന്നെ ഇടുക. കാരണം നമ്മൾ ഷാർപ്നെസ് കൂട്ടുമ്പോൾ നമ്മുടെ ഇമേജിൻ്റെ ഡീറ്റെയിലിംഗ് കൂടും. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ഇമേജ് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫോണിലോട്ട് സേവ് ചെയ്യാം. അപ്പോൾ സേവ് ചെയ്യാനായിട്ട് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് എടുക്കാനായിട്ട് നമുക്ക് ഡൗൺലോഡ് ഓർ പ്രിൻ്റ് ഓൺ 1 പേജ് എന്ന് പറയുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത ലിങ്ക് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ 2 മെത്തേഡാണ്. ഒന്നാമത്തെ മെത്തേഡ് സേവ് ടു യുവർ കമ്പ്യൂട്ടർ. ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഫോട്ടോ സേവ് ചെയ്യാൻ നേരത്ത് ഡയറക്റ്റായിട്ട് നമ്മുടെ ഫോണിലോട്ട് JPG ഫോർമാറ്റിൽ ഈ ഒരു ഇമേജ് സേവ് ആവും. അതേപോലെ രണ്ടാമത്തെ മെത്തേഡാണ് PDF ഫോർമാറ്റ്. പ്രിൻ്റ് ഓൺ 1 പേജ് എന്ന് പറഞ്ഞ് നമ്മൾ സെലക്ട് ചെയ്യാൻ നേരത്ത് PDF ഡോക്യുമെൻ്റ് ആയിട്ടായിരിക്കും ഈ ഒരു ഇമേജ് നമ്മുടെ ഫോണിലോട്ട് സേവ് ആവുന്നത്. ഇങ്ങനെ 2 ടൈപ്പിൽ നമുക്ക് എഡിറ്റ് ചെയ്ത ഇമേജ് ഫോണിലോട്ട് സേവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് സേവ് ചെയ്ത ഫോട്ടോ നമ്മുടെ ഗാലറിയിൽ പോയി കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഇമേജ് അത്യാവശ്യം കറക്റ്റായിട്ട് നല്ല ക്വാളിറ്റിയിൽ ഫോണിൻ്റെ അകത്ത് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് സാധാരണ ഇമേജ് സ്റ്റെൻസിൽ ഇമേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതുപോലെ മറ്റൊരു ഫോട്ടോ കൂടി സ്റ്റെൻസിൽ ഇമേജായിട്ട് കൺവേർട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് നമ്മൾ വീഡിയോയ്ക്ക് താഴെയും അതേപോലെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ വളരെ എളുപ്പം നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴി ഒരൊറ്റ ക്ലിക്കിലൂടെ
ഏതൊരു ഇമേജും സ്റ്റെൻസിൽ ഇമേജായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ കൺവേർട്ട് ചെയ്ത ഇമേജ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് പേപ്പറിലോട്ട് വരക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ഇസ്മി നെവിൻ സൈനിങ് ഓഫ്.